നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസമിൽ നിന്ന് വരുന്ന വാർത്ത അതിദാരുണമാണ്. അസമിലെ ബിശ്വനാഥ് ജില്ലയിൽ 15-കാരിയെ മാസങ്ങളോളം ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കേസിൽ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് അതിക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് പെൺകുട്ടിയെ പോലീസ് രക്ഷപ്പെടുത്തിയത്. ബിശ്വനാഥ് ചാരിലാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വാഹനം നാട്ടുകാർ തടഞ്ഞു വെച്ചതോടെയാണ് മാസങ്ങളായി പെൺകുട്ടി അനുഭവിച്ച നരകയാതന പുറംലോകമറിഞ്ഞത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ അർദ്ധനഗ്നയായ നിലയിലാണ് പെൺകുട്ടിയെയും പ്രതികളെയും കണ്ടെത്തിയതെന്ന് ബിശ്വനാഥ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ദീപ്തി മാലി മാധ്യമങ്ങളോട് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പാണ് ക്രൂരതയുടെ തുടക്കമെന്നും പെൺകുട്ടി പോലീസിനെ മൊഴി നൽകി. വഴിയിൽ വെച്ച് 2 പേർ ചേർന്ന് പെൺകുട്ടിക്ക് ഭക്ഷണം നൽകുകയും തുടർന്ന് കാറിൽ കയറ്റുകയുമായിരുന്നു. കാറിനുള്ളിലുണ്ടായിരുന്ന 2-3 പേർ ചേർന്ന് പെൺകുട്ടിയെ അന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. പിന്നീട് പ്രതികൾ ഇത് പതിവാക്കുകയായിരുന്നു. ഓടുന്ന കാറിൽ വെച്ച് പലപ്പോഴായി ഇവർ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് 140(3), കൂട്ടബലാത്സംഗ വകുപ്പ് 70(2) എന്നിവയ്ക്ക് പുറമെ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന പോക്സോ നിയമത്തിലെ 6-ാം വകുപ്പും ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മെയ് 30-നാണ് പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇവരെ പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പീഡനത്തിനായി പ്രതികൾ ഉപയോഗിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്രൂരമായ സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെ മുക്തരാകാത്ത പെൺകുട്ടിയുടെ കുടുംബം പ്രതികൾക്ക് മാതൃകാപരമായ കഠിന ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയപ്പോൾ കൃത്യമായിട്ട് പോലീസ് അന്വേഷണം നടന്നിരുന്നു എന്നുള്ളതൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത്രയും ദിവസം പെൺകുട്ടി ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴൊക്കെ തന്നെ ആർക്കും എന്തുകൊണ്ട് സംശയം തോന്നിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഭയം കാരണമാണ് പെൺകുട്ടി അവരുടെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഇരുന്നത്, അല്ലെങ്കിൽ ആരോടും അതിനെക്കുറിച്ച് പറയാതിരുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും പോലീസ് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ മൂലം ഈ വാഹനം കണ്ടെത്തിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് മരണം വരെ സംഭവിക്കുമായിരുന്നു. കാരണം 15 വയസ്സ് മാത്രമാണ് പ്രായം. 5 പേർ ചേർന്നാണ് ആ കുട്ടിയെ ഇത്രയും കാലം അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് ജനങ്ങളടക്കം പ്രതികരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് പലപ്പോഴായിട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ശിക്ഷയിലുള്ള ഇളവ് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ പെരുകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള കഠിന ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു.